ഒറീസയിൽ വർഗീയ കലാപം ഏറ്റവുമധികം ബാധിച്ച ഗ്രാമങ്ങളിലൊന്നായ തിക്കാവലിയിൽ 800-ലേറെ പേരെ പാർപ്പിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിന് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത്. ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നും കർഫ്യൂ കാരണം പുറത്തുള്ളവർക്ക് ഒന്നും കിട്ടുന്നില്ലെന്നും ആരോപിച്ച് സ്ത്രീകളുടെ നേതൃത്വത്തിൽ 500-ലേറെ പേർ വരുന്ന സംഘം ക്യാമ്പിലേക്ക് റാലിയായി എത്തുകയായിരുന്നു. ക്യാമ്പ് തല്ലിത്തകർക്കാനും തീവയ്ക്കാനും ആക്രോശിച്ചുകൊണ്ട് പുരുഷന്മാരും അവർക്ക് പിന്നിലുണ്ടായിരുന്നു. തോക്കുകളും വാളുകളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും സംഘം കരുതി. കുറച്ചുനേരം അവരെ തടയാൻ ശ്രമിച്ച പോലീസും CRPF-ഉം മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവ് കിട്ടിയതോടെ ലാത്തിച്ചാർജ് തുടങ്ങി. തുടർന്ന് റോഡിലേക്ക് ഇറങ്ങിയ സംഘം പോലീസിന് നേരെ കല്ലേറ് തുടങ്ങിയതോടെ പോലീസ് തിരിച്ചും കല്ലെറിഞ്ഞു. ഇതിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറ പിടിച്ചുവാങ്ങാനും ചിലർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒറീസയിൽ സ്ഥിതി ശാന്തമാവുകയാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഒരു തരത്തിലും കലാപങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ കലാപങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത്. തിക്കാവലിയിൽ നിന്നും ക്യാമറാമാൻ സുരേഷ് തലവടിക്കൊപ്പം ബിജു ശിവദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.